16 വയസ്സുള്ള കുട്ടി സ്വന്തം അമ്മയുടെ കഴുത്ത് കണ്ടിച്ചിട്ട് ആ രക്തം എടുത്ത് എൻ്റെ അമ്മയോടുള്ള കടമ ഞാൻ നിർവഹിച്ചു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ വന്നു. കഞ്ചാവ് പിടിക്കുമെന്ന് അവസരം വന്നപ്പോൾ അവൻ്റെ കൈ കൊടുത്തിരുന്ന ഒരു പെട്രോൾ ബോംബ് അവൻ പോലീസ് ജീപ്പിന് നേരെ എറിഞ്ഞു. ഇരുളിൻ്റെ ഇടയിൽ കൂടെ സ്വന്തം തല കുത്തി ഇറക്കി പുറത്ത് കഴിച്ചിട്ട് കഴുത്തിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യം വന്നപ്പോഴത്തേന് ഇരിക്കുന്ന കുട്ടികൾ. രണ്ടായിരത്തി 21 ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ലഹരി ചികിത്സാ കേന്ദ്രം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രദേശമാകുന്ന കുറുമ്പനാടം പൊങ്ങന്താനം സമൃദ്ധ എന്ന് പറയുന്ന സെൻറ്ററിൽ വെച്ച് ആരംഭിച്ചത്. അന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു മാസത്തേക്ക് മാത്രമാണ് ആളുകളുടെ ഒരു ലഭ്യത കുറഞ്ഞു വന്നത്. പക്ഷേ ആദ്യത്തെ ആൾ വന്നത് 16 വയസ്സുകാരനാണ്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് 10 വയസ്സിന് താഴെയുള്ള 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ മാത്രം ചികിത്സിക്കത്തുള്ളൂ. 270ഓളം ആളുകൾ ചികിത്സ കഴിഞ്ഞ് വിവിധങ്ങളായ മേഖലകളിലേക്ക് തിരിച്ചുപോയി. അതിൻ്റെ അകത്ത് ഒരു 10-18 പേര് മാത്രമാണ് അതിൻ്റെ അകത്ത് വീണ്ടും ജീവിതത്തിൽ ലഹരിയിലേക്ക് വീണു പോയിട്ടുള്ളത്. ബാക്കിയുള്ളവരെല്ലാം സ്വന്തം കാലിൽ നിൽക്കാനും ജീവിതത്തെ തിരിച്ചു പിടിക്കാനും പര്യാപ്തമാകുന്ന രീതിയിൽ പരിശീലനം സിദ്ധിച്ചിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. നമ്മളിവിടത്തെ ചികിത്സയെന്ന് പറയുന്നത് പ്രധാനമായിട്ടും വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 90 മുതൽ ഒരു വർഷം കാലം വരെയുള്ള കാലഘട്ടത്തിലൂടെ കടന്നു പോകും. പലതരത്തിലുള്ള മയക്കുമരുന്ന്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നാട്ടിൽ കള്ള് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഫോറിൻ ലിക്വർ എന്ന് പറയുന്ന സാധനം, അതല്ലെങ്കിൽ കൂടിപ്പോയാൽ പാൻപരാഗ് അല്ലെങ്കിൽ കഞ്ചാവ് കൊണ്ട് തീരുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മൾട്ടി ഡ്രഗ് അഡിക്റ്റ്, അതായത് പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ അടിക്കുന്ന കുട്ടികളാണ്. 16 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, സാറേ ഞാൻ 16 തരം ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കണ്ണ് തുറക്കേണ്ടതാണ്. കാരണം നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത, കേൾക്കാത്ത, നമ്മൾ ഒരിക്കൽ പോലും മനസ്സിലാക്കാത്ത തരത്തിലുള്ള സാധനങ്ങളെ ഡ്രഗാക്കി മയക്കുമരുന്നാക്കി മാറ്റാനുള്ള കൗതുകം കൗമാരത്തിലുണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ പോലീസ് അധികാരികളൊക്കെ വളരെയധികം ആകാംക്ഷയോടെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചികിത്സിക്കാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാവുന്നത്. നമ്മുടെ സമൂഹം കണ്ണു തുറക്കേണ്ടതാണ്. കുടുംബത്തിൽ നിന്നാണ് ഇതിനുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ മാതാപിതാക്കന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗം, അതല്ലെങ്കിൽ കുടുംബത്തിൽ മാതാവോ പിതാവോ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കുട്ടികൾക്ക് പ്രേരണ കിട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇടപെട്ടില്ല എങ്കിൽ തലമുറകളുടെ നാശത്തിന് ഇങ്ങനെ ഇതൊരു കാരണമായി തീരുമെന്ന് അമുഖമായി സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വസ്തുതയെന്ന് പറയുന്നത് മാതാപിതാക്കന്മാരുടെ മാത്രം ഉത്തരവാദിത്വം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. മാതാപിതാക്കന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാം എന്ന് പറയുന്ന മാതാപിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അറിയാം എന്ന് പറയുന്ന മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കും, എത്ര പേർക്ക് എൻ്റെ കുഞ്ഞിനെ അടുത്തറിയാം അന്ന് പറയാനുള്ള ആ അടുത്തറിയുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള, കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ലാത്ത. രണ്ടാമതൊന്ന്, സൊസൈറ്റിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഒരു കുഞ്ഞ് വഴിതെറ്റി നടക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് സൊസൈറ്റി കടന്നു വരുന്നില്ല. രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ, ഭരണ നേതൃത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ കാര്യത്തിലേക്ക് നിയമത്തിൻ്റെ ഒരു മേഖലയിലും ഇത്തരത്തിലുള്ള ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവും ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതാണ്. 8 വയസ്സും 10 വയസ്സുള്ള കുട്ടി കഞ്ചാവ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൂട്ടുകാർ, അതല്ലെങ്കിൽ ആ സമൂഹത്തിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാതൃകാപരമായി നിൽക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് ഈസി അവൈലബിളായി കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ് 18 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിക്ക് ലഹരി വസ്തുക്കൾ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇന്ന്
പെട്ടിക്കടകളിൽ അല്ലെങ്കിൽ കൊണ്ടു നടന്ന് വിൽക്കപ്പെടുന്ന ആളുകൾ യാതൊരു ഉളുപ്പും ഇല്ലാതെ കാശ് കിട്ടിയാൽ 500 രൂപ കിട്ടിയാൽ അവൻ്റെ കയ്യിൽ സിന്തറ്റിക് ഡ്രഗ് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലേക്ക് അത് ഒന്നത്. രണ്ടാമത് ഈ കുട്ടികളെ തന്നെ കാരിയേഴ്സായിട്ട് കൊടുക്കുന്നു. പക്ഷേ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കുട്ടികളെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ തോന്നുമെങ്കിലും സമൂഹത്തിൽ ഒരു നാടിനെ മൊത്തം പേര് ഇകഴ്ത്തി കാണിക്കാനായിട്ട് ഒരു യുവാവിൻ്റെ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരൻ്റെ ലഹരി ഉപയോഗം മതി. കാരണം നമുക്ക് എത്രയോ തെളിവുകൾ തരാൻ സാധിക്കും. ഒരു സ്വന്തം അമ്മയുടെ 16 വയസ്സുള്ള കുട്ടി സ്വന്തം അമ്മയുടെ കഴുത്ത് കണ്ടിച്ചിട്ട് ആ രക്തം എടുത്ത് എൻ്റെ അമ്മയോടുള്ള കടമ ഞാൻ നിർവഹിച്ചു എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ വന്നു. എന്നിട്ട് ഈ കുട്ടിയെ അവസാനം പോലീസ് പിടിക്കുക. പോലീസ് പിടിച്ച് അത് പിടിക്കാനുള്ള സാഹചര്യം വ്യത്യസ്തമാണ്. പോട്ടെ, പിടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അവസാനം നമ്മളോട് ചോദിക്കുക, ഈ കുട്ടിയെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്താൻ എന്താ ചെയ്യുക? വയലൻ്റാണ്. അവനോട് വിളിച്ച് കണ്ടപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, സാറേ എന്നെ ആദ്യകാലത്തൊന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിലേക്ക് വീഴില്ലായിരുന്നു എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഈ കുഞ്ഞ് നമ്മുടെ മുമ്പിൽ കരഞ്ഞ് അപേക്ഷിക്കുക. കുട്ടിയുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസം ഒന്ന്. രണ്ടാമത്, ഈ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് പോലും ചിലപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. കൂട്ടുകാരോടുള്ള പ്രവർത്തനം, സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പഠന നിലവാരത്തിലുള്ള താഴ്ത്തൽ, ആഹാരത്തിനോടുള്ള താല്പര്യക്കുറവ്, കളികളിലുള്ള താല്പര്യക്കുറവ്, ചില കൂട്ടുകാരോടൊപ്പം മാത്രം കറങ്ങി നടക്കുന്നതിനുള്ള ടെൻഡൻസി. ഇതൊക്കെ കാണുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എൻ്റെ കുട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു. അതിന് ഞാൻ തടയിട്ടില്ല എങ്കിൽ എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തും, നമ്മുടെ സമൂഹം എത്തും. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. രണ്ട് തരത്തിലുള്ള ചികിത്സകളാണ് ലഭ്യമാകുന്നത്. ഒന്ന്, ഈ ആത്മകഥാ കേന്ദ്രം പറയുന്ന ഓഫീസിൽ ലഹരിക്കെതിരായിട്ടുള്ള ഹോമിയോ ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ചികിത്സാ സംവിധാനം, ഒരു ഡോക്ടറുടെയും ഒരു കൗൺസിലറുടെയും സേവനം പ്രയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഏതൊക്കെ തരത്തിലൂടെ അവരുടെ ജീവിതം കടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മകഥാ കേന്ദ്രത്തിൽ നടക്കുന്ന അറിഞ്ഞോ അറിയാതെയോ മരുന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ സംവിധാനമാണ് ഹോമിയോ ചികിത്സാ പ്രവർത്തനം. അത് ഒരു രീതിയിൽ പോകുന്നു. മറ്റൊന്ന്, നമുക്ക് ഉള്ളത് അലോപ്പതിക് മെഡിസിനാണ്. അവിടെയുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിടന്ന ചികിത്സയ്ക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കിടത്തി ചികിത്സിക്കുമ്പോൾ നമ്മൾ അലോപ്പതി മെഡിസിനാണ് കൂടുതൽ കൊടുക്കുന്നത്, ഇംഗ്ലീഷ് മെഡിസിൻ. അതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ കുട്ടികൾക്ക് കൊടുക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ചികിത്സാ സംവിധാനം. അതിനൊന്ന് മെഡിസിനുണ്ട്, രണ്ടാമത് കൗൺസിലിംഗ് ഉണ്ട്, 3 സൈക്കോതെറാപ്പി ഉണ്ട്, 4 അവരുടെ സന്തോഷം പ്രദാനം ചെയ്യപ്പെടുന്ന മേഖലകളിലേക്ക് തിരിയത്തക്ക രീതിയിലുള്ള കളികൾ, വിവിധങ്ങളായ ആക്ടിവിറ്റികൾ, വിവിധങ്ങളായ ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ള അവസരങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏത് സാഹചര്യത്തിലാണ് അവൻ അതിലേക്ക് വന്നത്, മാതാപിതാക്കന്മാരുടേതാണോ, കൂട്ടുകാരുടെ പ്രേരണയാണോ, സമൂഹത്തിൽ നല്ല മാതൃകകളില്ലാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കന്മാരുടെയും അതുപോലെ തന്നെ സമൂഹത്തിൽ മറ്റുള്ളവരുടെയും ഉള്ള നല്ല സപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്കും കൗൺസിലിംഗ് കൊടുക്കും. പിന്നെ കൂട്ടുകാരെ പ്രേരണയ്ക്ക് കാരണമാവുന്ന കൂട്ടുകാരെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്കും വേണ്ടതായ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈവൻ ആ സാഹചര്യത്തിൽ പോയാലും നോ ടു ഡ്രഗ് എന്ന് പറയത്തക്ക രീതിയിൽ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് പരിശീലിപ്പിച്ചിട്ടാണ് ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം നമ്മുടെ ഒരു പോലീസ് അധികാരി
2 പോലീസ് അധികാരികൾ ഒരു കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു. 12 വയസ്സേ ഉള്ളൂ. അവൻ വന്നപ്പോഴത്തേക്കും അവൻ പോലീസ് വണ്ടിയിൽ നിന്ന് സെൻട്രലിലെ ചികിത്സാ കേന്ദ്രത്തിൽ നമ്മുടെ സമൃദ്ധ ചിൽഡ്രൻസ് സെൻ്ററിൻ്റെ വാതിൽക്ക് വന്നിട്ട് അവൻ അകത്തോട്ട് കയറില്ല. അവൻ പറയുന്നത് ഞാൻ ഇറങ്ങില്ല. പോലീസുകാർ അവനെ പിടിക്കാണ്ടി വന്നപ്പോഴത്തേനും പോലീസുകാരോട് അവൻ പറഞ്ഞത്, എനിക്ക് JJ ആക്ടിൻ്റെ പരിരക്ഷണമുണ്ട്, എന്നെ മുതിർന്നവർ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഒരു കാര്യത്തിലും അവനെ അടിക്കാനോ പിടിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുകൊണ്ട് ആ കുട്ടികൾക്കുള്ള സംരക്ഷണത്തെക്കുറിച്ച് അവനെ പഠിപ്പിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് ലോബി. അവനോട് പറഞ്ഞു, നിൻ്റെ കയ്യെ തൊടാൻ പാടില്ല, നിന്നെ പരിശോധിക്കാൻ പാടില്ല, നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഓടാൻ പറ്റും, നീ ഓടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്താലും പറ്റില്ല. ഈ പറയുന്ന കുട്ടിയെ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? അവൻ 12 വയസ്സുള്ള കുട്ടി അവൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിക്കുമെന്ന് അവസരം വന്നപ്പോൾ അവൻ്റെ കൈ കൊടുത്തിരുന്ന ഒരു പെട്രോൾ ബോംബ് അവൻ പോലീസ് ജീപ്പിന് നേരെ എറിഞ്ഞു. അത് കുരുത്തം കൊണ്ട് പോലീസ് ജീപ്പിന് മുകളിൽ വീണില്ല, സൈഡിൽ വീണ് പൊട്ടി. പക്ഷെ കത്തിയത് മാറി നിന്നായതുകൊണ്ട് പോലീസുകാർ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് അവനെ പിടിച്ചുകൊണ്ട് വന്നത്. അവനെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് കയറ്റാനായിട്ട് പറഞ്ഞത് കയറത്തില്ല. പിന്നെ അവസാനം നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് അവൻ അകത്ത് കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും അവൻ പറയുക, അവൻ സ്വന്തം കൈ കടിച്ചു മുറിച്ചു. കാരണം അവന് കഞ്ചാവിൻ്റെ വിഡ്രോവലായി 5 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ അസ്വസ്ഥതകൾ അവൻ കാണിക്കാൻ തുടങ്ങി. മയക്കുമരുന്നെടുത്തിരിക്കുന്നു. അവൻ സ്വന്തം കൈ കടിച്ചു മുറിച്ച് രക്തം അവിടെ നിന്ന് ഒഴുകുക. എന്നിട്ട് അവനോട് പറഞ്ഞു, എടാ നിനക്ക് മരുന്ന് വെക്കാൻ. ഇല്ല, മരുന്ന് വെക്കണ്ട, അവൻ ആ രക്തം വീണ്ടും കുടിക്കാൻ തോന്നുന്നു. അങ്ങനത്തെ അവസ്ഥയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ. കാരണം അവൻ എന്താ പറയുന്നതെന്ന് അവൻ അറിയത്തില്ല, എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കൗൺസിലർ ചിലപ്പോഴൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമ്മളുടെ നേരെ തന്നെ കൈയും ചുരുട്ടിക്കൊണ്ട് കയറി വന്ന് നമ്മളെ തൊണ്ടയ്ക്ക് പിടിക്കണം, അല്ലെങ്കിൽ അവന് വൈകാരിക പ്രശ്നങ്ങളുടെ രീതിയിൽ നമ്മളോടൊക്കെ അറ്റാക്കിന് വരാറുണ്ട്. നേഴ്സസിന് മെഡിസിൻ കൊണ്ടുപോയി കൊടുക്കുമ്പോഴത്തേനും മെഡിസിൻ മേടിച്ചിട്ട് അവരുടെ മുഖത്തേക്ക് തന്നെ എറിയാറുണ്ട്. ചിലർ വായിക്കാത്തവർ ഇട്ട് കൊടുക്കുമ്പോൾ വായിക്കാത്ത നേരെ മുഖത്തേക്ക് തുപ്പാറുണ്ട്. ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും അത് നമ്മൾ തിരിച്ചറിയഞ്ഞേ മതിയാവുള്ളൂ. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വൈകാരിക പ്രശ്നങ്ങൾക്കും കൂടെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. കുട്ടികളുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് ആയതുകൊണ്ട് JJB ആക്ട് അനുസരിച്ച് കൊണ്ട് ഒരു കുട്ടി കുറ്റവാളിയായി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ തിരുത്തലിൻ്റെ മേഖലയിലേക്ക് വിടുന്നതിനുള്ള സ്ഥലങ്ങളാണ്. അതിന് ഒരെണ്ണം ഡി അഡിക്ഷൻ സെൻ്ററാണ്. കാരണം മയക്കുമരുന്ന് അവൻ വൈകാരിക പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനായിട്ട് വേണ്ട സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മളുടെ സെൻറ്ററിലേക്ക് വിടും. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഒരു വ്യത്യാസവും. കാരണം പെൺകുട്ടികളുടെ സെൻറ്ററിൽ ഇത് തന്നെയാണ്. അവിടെ വരുന്നത് വളരെ വയലൻ്റായിട്ട് വളരെ കാരണം നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു മേഖല എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രില്ലിട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ജനലിൻ്റെ ഇതിട്ടിരിക്കുന്ന പോലെ തന്നെ ഒരു ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ സ്വന്തം തല കുത്തി ഇറക്കി പുറത്ത് കഴിച്ചിട്ട് കഴുത്തിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലാത്ത സാഹചര്യം വന്നപ്പോഴത്തേനും ഇരിക്കുന്ന കുട്ടികൾ നമ്മൾ പലപ്പോഴും ഒരിക്കൽ പോലും അതിജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. നമ്മളൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ച ആളുകളെ കാണുമ്പോൾ ഇനി ഇവർക്കുള്ള അടുത്ത വഴി എന്താണ്? സ്വന്തം മുടി നമ്മൾ ചില സമയത്ത് വേറൊരു സാധനം അവരുടെ കൈ കാണില്ല. അന്നേരം തന്നെ ചെയ്യുന്നത് ഈ പെൺകുട്ടികൾ സ്വന്തം മുടി എങ്ങനെയായാലും ഇതേ കെട്ടിവെച്ചിട്ട് വലിക്കുമ്പോഴത്തേനും തല ഇങ്ങനെ നമുക്കറിയാമല്ലോ, ഈ രക്തം പൊടിയുന്ന അവസ്ഥ പോലെ വരുമ്പോഴും അവർക്ക് അതിലൂടെ ആനന്ദം. കാരണം എന്ന് വെച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ കിട്ടിയിരിക്കുന്ന കിക്കിൻ്റെ ഉന്മാദം അത്രമാത്രം വലിയ രീതിയിൽ ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്ത്രീകൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, മുതിർന്ന പുരുഷന്മാർ സ്വന്തം ഞാൻ പറഞ്ഞില്ല കയ്യിൽ കത്തി കൊണ്ട് മുറിവുണ്ടാക്കിയിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ച് അത് എന്ന് വെച്ചാൽ കിക്ക് കിട്ടാൻ പറ്റുന്ന സ്റ്റാമ്പാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ അത് 2 കുട്ടികൾ HIV പോസിറ്റീവായി. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. മയക്കുമരുന്ന്
കുത്തിവെക്കുന്ന ആളുകളുടെ ഇടയിൽ ഏറ്റവും മാരകമായ ചികിത്സയില്ലാത്ത എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ നാം തിരിച്ചറിയണം നമ്മുടെ സമൂഹം നാളെ എന്തായിത്തീരുമെന്ന്. എൺപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ ചികിത്സിക്കണമെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവരാറുണ്ട്. കാരണം വലിയ അവസ്ഥയിലാണ്, വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എൻ്റെ വലിയപ്പനെ ഒന്ന് ചികിത്സിക്കണമെന്ന് പറഞ്ഞിട്ട് കൊച്ചുമകൻ തന്നെ അപ്പനെ കൊണ്ട് വന്നിട്ട് വലിയപ്പനെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു റിസർച്ച് സ്റ്റഡിക്ക് വേണ്ടി നമ്മളുടെ മുമ്പിലേക്ക് വന്ന ഒരു ചോദ്യമാണ്, കുറച്ച് MDMA ഉപയോഗിക്കുന്ന കുട്ടികളുടെ നഖം വേണം, ആളുകളുടെ നഖം വേണം. എനിക്കിപ്പോൾ കേരളത്തിൽ കുറേയധികം ലഹരി ചികിത്സാ കേന്ദ്രങ്ങൾ, കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്, സ്വന്തം ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന ലഹരി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, സഭകൾ നടത്തുന്ന, അത് കത്തോലിക്ക സഭയുടെ ആളുകൾ നടത്തുന്ന ലഹരി ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഇതര സമുദായത്തിലെ ആളുകൾ നടത്തുന്ന ലഹരി ചികിത്സാ കേന്ദ്രങ്ങൾ. ആ ചികിത്സാ കേന്ദ്രങ്ങളിലെല്ലാം നല്ല കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഞാനൊരു 5-8 സെൻറ്ററുകൾ വിളിച്ച് ചോദിച്ചു, നമുക്കൊരു 15 പിള്ളേർ ഒരുമിച്ച് കിട്ടുന്ന ഒരു സാഹചര്യം വേണം. MDMA ഒരുമിച്ച് നഖത്തിൻ്റെ കുറേ ഭാഗം അടർത്തിയെടുത്ത് നമുക്ക് ഒരു റിസർച്ചിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ വിളിച്ചതിൽ നിന്ന് ആൺകുട്ടികളുടെ സെൻറ്ററിൽ വിളിച്ചപ്പോൾ ഒരു സ്ഥലം 4-5 പേര് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിൻ്റെ അകത്ത് MDMA മാത്രമായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ പെൺകുട്ടികളുടെ സെൻറ്ററിലൊന്ന് വിളിച്ചു നോക്കി, പെൺകുട്ടികളും സ്ത്രീകളും ഉള്ള സെൻറ്ററിൽ വിളിച്ചു നോക്കി, സാറ് 24 പേരെ വരെ തരാം. അത്രയ്ക്ക് വലിയ ഒരു സിറ്റുവേഷനാണ് സ്ത്രീകളുടെ ഇടയിൽ. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊരു വലിയ ഫാഷനാണ്, അവരാ രീതിയിലേക്ക് മാറി. കേരളത്തിൽ നമുക്ക് 24 ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്തുള്ളത്, അത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കല്ല, 18 വയസ്സിൽ കൂടുതൽ ഉയർന്ന ആൺകുട്ടികളോ ആണുങ്ങളോ പെണ്ണുങ്ങളോ ആണെങ്കിൽ അവർക്കുള്ള സംവിധാനമുണ്ട്. പക്ഷേ 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് ചങ്ങനാശ്ശേരി, വാകത്താനത്തും, അതുപോലെ തന്നെ സ്ത്രീജനങ്ങൾക്ക് എറണാകുളം അങ്കമാലിയിൽ മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുമാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സെൻ്റർ ഉള്ളത്. എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമോ അത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള വഴികൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ഒരു വഴിയിൽ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ പഞ്ചാബ് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും കേരളത്തിലും വലിയ മുന്നേറ്റം നടക്കുകയാണ്. കൗമാരക്കാരെ സ്ക്രീൻ ചെയ്ത് കലാലയങ്ങളിൽ എടുക്കണമെന്നുള്ള നിർദ്ദേശം ഗവൺമെൻറ് തലത്തിലെടുത്തു. അതുകൂടാതെ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഡ്രോൺ വഴി ലഹരി മയക്കുമരുന്ന് ഇവരുടെ പാടങ്ങളിൽ എത്തിക്കുന്ന ഒരു സംവിധാനം പാകിസ്ഥാനിൽ നിന്നുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എല്ലാ അതിർത്തി കടന്നു വരുന്ന ഡ്രോണുകളെ വെടിവെച്ചിടാനുള്ള ഉത്തരവാദിത്വം ലോക്കൽ ആളുകൾക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ അത് പ്രതിരോധം. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് വേണം. എക്സൈസ് വകുപ്പിനെ സ്ട്രെങ്തൻ ചെയ്യണം, പോലീസിനെ സ്ട്രെങ്തൻ ചെയ്യണം, അതുപോലെ തന്നെ വിജിലൻ്റായിട്ട് നിൽക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഉണ്ടാവണം. നമുക്ക് ഇന്നും നമ്മുടെ നാട്ടിൽ ഉള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇതിനെക്കുറിച്ച് അവെയറല്ല. ഞങ്ങളുടെ ഏരിയയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരം ലഹരിമുക്തമാക്കാനായിട്ട് ഇത്രയും പൈസ മുടക്കുമെന്ന് ഒരു പഞ്ചായത്തും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? പഞ്ചായത്ത് നഗരപാലിക ബില്ല് വന്നപ്പോഴും കൊണ്ടുവന്നതാണ്. അതിനകത്തുണ്ടായിരുന്ന അത് ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പഞ്ചായത്ത് ഗ്രാമസഭകൾ കൂടി തീരുമാനിക്കുന്നിടത്ത് മാത്രമേ മദ്യശാലകൾ ലഹരി വിതരണ കേന്ദ്രങ്ങൾ ഉണ്ടാകാവുള്ളൂ. പക്ഷേ ആ കാര്യം സംസ്ഥാന ഗവൺമെൻറ് തന്ത്രപൂർവം അത് ഞങ്ങളുടെ റിസർവേഷനാണെന്ന് പറഞ്ഞ് അത് റദ്ദ് ചെയ്യുകയും ഗവൺമെൻറ്റിലേക്ക് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നാട്ടിൽ എന്തു വിതരണം ചെയ്താലും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. 1985 NDPS ആക്റ്റാണ് ഇന്നും നിലവിലുള്ളത്. നമുക്കറിയാം 2015 അതിൻ്റെ അകത്ത് റൂള് കൊണ്ടുവന്നെങ്കിലും പുതിയ തരത്തിലുള്ള ഡ്രഗുകൾ വരുമ്പോൾ അതിനെ റീക്ലാസിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഡ്രഗ് പോളിസി ഇന്ത്യയിലുണ്ടാവണം. പിടിക്കുന്ന ക്വാണ്ടിറ്റിയെക്കുറിച്ച് കൃത്യമായി ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവുകയും അത് കുറവുണ്ടാകാതെ
തന്നെ റെക്കോർഡിൽ വരികയും യഥാർത്ഥ പ്രതികൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ നാട് രക്ഷപ്പെടും. ഈ ചികിത്സാ മേഖലയിലേക്ക് വന്നിട്ട് 35 വർഷമായെങ്കിലും ഈ 35 വർഷത്തെ അതല്ല, ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്. കാരണം മയക്കുമരുന്നെന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവന് ഉത്തേജനം കിട്ടുന്ന വസ്തുക്കൾ എന്താണെന്ന് അവൻ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് മനസ്സിലാക്കിയെടുത്ത് അത് കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ബാല്യം ഇന്നും മാറിയിരിക്കുന്നു. അടുത്ത 5 വർഷം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം പ്രാന്താലയമായി മാറും. അതിലേക്കുള്ള വഴികളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നല്ല ചിട്ടയായ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ തലമുറകൾ നമ്മുടെ നാട്ടിൽ കാണില്ല. കേരളത്തിൽ ഓൾഡ് ഏജ് ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കും. നമ്മുടെ കൗമാരവും യുവത്വവും തെരുവിലലയുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കൊത്തൊരുമിച്ച് ഈ വലിയ മുന്നേറ്റത്തിൽ പങ്കാളികളാകാം.